വെൽക്കം. ഡിജിറ്റൽ ലാബ് എക്സ്പെരിമെന്റ് ഇത്തവണ എഡ്ജ് ട്രിഗേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ കൺസ്ട്രക്ഷൻ ആണ് പഠിക്കുന്നത്. ഇവിടെ ഡി ലാച്ച് ഉപയോഗിച്ചുകൊണ്ടാണ് എഡ്ജ് ട്രിഗേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഈ സർക്യൂട്ടിന് മാസ്റ്റർ സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് മറ്റൊരു പേര് കൂടിയുണ്ട്. ഇവിടെ രണ്ട് ലാച്ചിൽ ആദ്യത്തെ ലാച്ച് മാസ്റ്റർ ആയിട്ടും രണ്ടാമത്തെ ലാച്ച് സ്ലേവ് ആയിട്ടുമാണ് ഉപയോഗിക്കുന്നത്. ഇത് കാസ്കേഡ് ചെയ്ത് ഉപയോഗിക്കുന്നതിൽ ഡി ഇൻപുട്ട് മാസ്റ്റർ ലാച്ചിന്റെ ഡി പോയിന്റിലേക്കും അതിന്റെ ഔട്ട്പുട്ട് സെക്കൻഡ് ലാച്ചിന്റെ ഡി പോയിന്റിലേക്കും ഈ സ്ലേവിന്റെ ക്യൂ ഫൈനൽ ക്യൂ ഔട്ട്പുട്ടായിട്ടും എടുക്കുന്നു. ക്ലോക്ക് മാസ്റ്ററിലേക്ക് ഡയറക്റ്റ് ആയിട്ടും സ്ലേവിലേക്ക് ഇൻവെർട്ട് ചെയ്തിട്ടുമാണ് കണക്ട് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഡിയില് ഹൈ ആക്കിയിട്ട് ക്ലോക്ക് പൾസ് കൊടുക്കുന്നതോടുകൂടി ലാച്ചുകൾ സെറ്റ് ആവുന്ന അവസ്ഥയിലേക്ക് വരും. ക്ലോക്കിന്റെ പോസിറ്റീവ് ഗോയിങ് എഡ്ജിന്, അതായത് മിനിമം ടു മാക്സിമം, അതല്ലെങ്കിൽ 0 to 1, അതിൽ മാസ്റ്റർ ആണ് ലാച്ച് ചെയ്യപ്പെടുന്നത്. അടുത്ത ക്ലോക്കിന്റെ സ്റ്റേജ്, അതായത് മാക്സിമം ടു മിനിമം അല്ലെങ്കിൽ 1 to 0, ആ കണ്ടീഷനിൽ സ്ലേവ് ആണ് ലാച്ച് ചെയ്യപ്പെടുന്നത്. ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. പ്രാക്ടിക്കൽ ഇത് ചേഞ്ചസ് വ്യക്തമായി മനസ്സിലാക്കുന്നതിന് നമ്മൾ ക്ലോക്ക് ഫ്രീക്വൻസി ഏറ്റവും കുറഞ്ഞ ഫ്രീക്വൻസി ഉപയോഗിച്ച് അത് ചെയ്തു നോക്കി അതിന്റെ ചേഞ്ചസ് മനസ്സിലാക്കാം. ഫ്രീക്വൻസി ഹൈ ആയി കഴിഞ്ഞാൽ ഈ ചേഞ്ചസിന്റെ വേഗത നമുക്ക് തിരിച്ചറിയാതെ പോകുന്ന അവസ്ഥയിലായിരിക്കും ഉണ്ടാവുന്നത്. ഇവിടെ എഡ്ജ് ട്രിഗേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് അല്ലെങ്കിൽ മാസ്റ്റർ സ്ലേവ് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ്, അതിന്റെ ബ്ലോക്ക് ഡയഗ്രാം നേരത്തെ കാണിച്ച സെയിം ബ്ലോക്ക് ഡയഗ്രാം തന്നെ, അതിന്റെ ഡീറ്റെയിൽഡ് സർക്യൂട്ട് ഡയഗ്രാമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നേരത്തെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഒരു SR ഫ്ലിപ്പ് ഫ്ലോപ്പ്, അതുപോലെ ഒരു ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ്, ഇതിന്റെ അറേഞ്ച്മെന്റിൽ ഇതിന്റെ സർക്യൂട്ട് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കാണിച്ചു എന്നുള്ളത് ഉള്ളൂ. ഡാറ്റ നമ്മൾ നേരത്തെ കൊടുക്കുമ്പോൾ ഡി ഇൻപുട്ടിൽ ഫീഡ് ചെയ്യും. ക്ലോക്ക് മാസ്റ്ററിന്റെ ഇൻപുട്ടിൽ ഡയറക്റ്റ് ആയിട്ടും സ്ലേവിന്റെ ഇൻപുട്ടിലേക്ക് ഇൻവെർട്ട് ചെയ്തിട്ടുമാണ് കൊടുക്കുന്നത്. അപ്പൊ മാസ്റ്ററിന് ഇത് ആക്ട് ചെയ്യുന്നത് ക്ലോക്ക് പൾസിന്റെ 0 to മാക്സിമം എന്നുള്ള കണ്ടീഷനിലാണ് മാസ്റ്റർ സ്ലേവിന് ഇത് ക്ലോക്ക് എനേബിൾ ചെയ്യിക്കുന്നത്. ഇവിടെ ഫസ്റ്റിൽ ഇത് മാസ്റ്റർ ലാച്ചാണ്, അതിനെ എനേബിൾ ചെയ്യിച്ചതിന് ശേഷം ഇതിന്റെ സ്ലേവ് ലാച്ചിനെ എനേബിൾ ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ട് ക്ലോക്കിന്റെ മാക്സിമം ടു മിനിമം ആണ് ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത്. ഇങ്ങനെയുള്ള ഒരു ഡീറ്റെയിൽ സർക്യൂട്ട് നമുക്ക് നേരത്തെ ഉപയോഗിച്ചതുപോലെ ഈ നാൻഡ് ഗേറ്റ്സ് ഒക്കെ വെച്ച് ഡീറ്റെയിൽ ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ വേണമെങ്കിൽ, അതല്ലാതെ നമ്മൾ ഈ സർക്യൂട്ടുകളെല്ലാം തന്നെ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് ആയിട്ടുള്ള IC നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. 7474 എന്ന IC ഉപയോഗിച്ചുകൊണ്ട് ഇത് കൺസ്ട്രക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് മാസ്റ്റർ ആയിട്ടും രണ്ടാമത്തത് സ്ലേവ് ആയിട്ടും സെറ്റ് ചെയ്യാം. ഇതിന് പുറമെ ഇൻവെർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഒരു നോട്ട് ഗേറ്റ് IC കൂടി ഉപയോഗിക്കേണ്ടി വരും ഈ സർക്യൂട്ടിന്റെ കൂടെ. സിമുലേറ്ററിൽ എഡ്ജ് ട്രിഗേർഡ് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ സർക്യൂട്ടാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. നേരത്തെ നമ്മൾ സർക്യൂട്ടിൽ പറഞ്ഞതുപോലെ ആദ്യം ഒരു മാസ്റ്റർ ഫ്ലിപ്പ് ഫ്ലോപ്പും രണ്ടാമതൊരു സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പും ആണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഡി ഇൻപുട്ട് മാസ്റ്ററിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്, ക്യൂ ഔട്ട്പുട്ട് സ്ലേവിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇവിടെ സർക്യൂട്ടിന്റെ വർക്കിംഗ് മനസ്സിലാക്കുന്നതിന് വേണ്ടി ക്യൂ ബാർ കൂടി കണക്ഷൻ എടുത്തിട്ടുണ്ട്. ക്ലോക്ക് ഫസ്റ്റിൽ ഡയറക്റ്റ് ആയിട്ട് മാസ്റ്ററിലേക്കും നോട്ട് ഗേറ്റ് വഴി ഇൻവെർട്ട് ചെയ്തിട്ട് സ്ലേവിലേക്കും ഫീഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ സർക്യൂട്ടിന്റെ സ്റ്റേജ് കുറെ കൂടെ കൂടുതൽ മാസ്റ്ററിൽ വർക്കിംഗ് കൂടെ മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് മാസ്റ്റർ ഔട്ട്പുട്ട് ഒരു LED-യും ഒരു ലോജിക്കൽ ലെവൽ ഔട്ട്പുട്ടും കണക്ട് ചെയ്തുകൊണ്ട്
മാസ്റ്ററിന്റെ ഔട്ട്പുട്ട് കൂടി മനസ്സിലാക്കുന്നതിന് ഇവിടെ സൗകര്യം ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഇപ്പോൾ ഇത് റീസെറ്റ് കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. സെറ്റ് ചെയ്യണമെങ്കിൽ D1 ആക്കിയിട്ട് വേണം ക്ലോക്കിൽ പൾസ് കൊടുക്കേണ്ടത്. ഇപ്പൊ ഡിയിൽ നമ്മൾ 1 ആക്കി കഴിഞ്ഞിട്ട് ക്ലോക്കിൽ പൾസ് കൊടുക്കുമ്പോൾ ഇത് 0 to 1 ആദ്യം കൊടുത്തിട്ട്, അതിന് വേണ്ടിയിട്ടാണ് ലോജിക്കൽ സ്വിച്ച് ഇവിടെ ഉപയോഗിച്ചത്, അല്ലെങ്കിൽ പൾസറോ മറ്റോ ഉപയോഗിക്കാമായിരുന്നു നമുക്ക്. അപ്പൊ ഇത് 0 to 1 കൊടുത്തിട്ട് ഇത് മാസ്റ്ററിന്റെ ചേഞ്ചസ് ആദ്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഇപ്പോൾ മാസ്റ്റർ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്, അതേസമയം സ്ലേവ് സെറ്റ് ആയിട്ടില്ല. ഇത് 0 to 1 വന്നു ഈ പൾസ്. ഇനി അടുത്തത് 1 to 0 വരുമ്പോൾ വരുന്ന ചേഞ്ചസ് ശ്രദ്ധിക്കുക. മാസ്റ്റർ പോലെ തന്നെ അതിന്റെ സ്ലേവും അതിന്റെ ആക്ഷനിൽ വരും. ഇവിടെ നമ്മൾ ഇത് സ്ലേവിലേക്ക് ഇതിന്റെ ചേഞ്ചസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൽ വരുന്ന ചേഞ്ച് വരുന്നത്. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ ഇനി ഇത് റീസെറ്റ് കണ്ടീഷനിലേക്ക് മാറ്റണമെങ്കിൽ D0 ആക്കി കഴിഞ്ഞാൽ ഇത് ചേഞ്ച് ചെയ്യാം. ഇപ്പൊ D0 ആക്കി നിർത്തിക്കൊണ്ട് ഈ പൾസ് 0 to 1 കൊടുക്കുമ്പോൾ ആദ്യം മാസ്റ്ററിൽ ചേഞ്ച് ഉണ്ടാവും, ശ്രദ്ധിക്കാം. ഈ മാസ്റ്ററിൽ ചേഞ്ച് ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം അടുത്ത പൾസിന് ഇത് സ്ലേവിലും നമുക്ക് ചേഞ്ചസ് വരും. സ്ലേവ് റീസെറ്റ് ആവുന്നതോടുകൂടി ക്യൂ ബാർ ഹൈ ആയിട്ട് മാറുകയും ചെയ്യും. ഇതാണ് ഇതിൻ്റെ അകത്ത് വരുന്ന കണ്ടീഷൻ. ക്ലോക്ക് 0 ആക്കി നിർത്തിക്കൊണ്ട് ഡിയിൽ നമ്മൾ പൾസസ് കൊടുത്തിട്ട് യാതൊരു ചേഞ്ചസും ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിനും ഉണ്ടാവുന്നതല്ല. ഡി ഹൈ ആക്കി നിർത്തിക്കൊണ്ടുള്ള കണ്ടീഷനിൽ മാത്രമേ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് വർക്ക് ചെയ്യൂ. ഇവിടെ ഡി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ മാസ്റ്റർ സ്ലേവ്, അതായത് എഡ്ജ് ട്രിഗേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ട്രെയിനർ കിറ്റിൽ ഒരു മാസ്റ്റർ സ്ലേവ് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ്, അതായത് എഡ്ജ് ട്രിഗേർഡ് ആയിട്ടാണ് ഇത് കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിൽ 2 IC-കളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്ന് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് IC-യും രണ്ടാമത് ഒരു നോട്ട് ഗേറ്റുമാണ് ഇതിൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന്റെ ഡി ഇൻപുട്ട് ട്രെയിനർ കിറ്റിന്റെ ഫസ്റ്റ് ലോജിക് സ്വിച്ചിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. പൾസ് എടുക്കുന്നത് മോണോ പൾസറിൽ നിന്നാണ് കൊടുത്തിരിക്കുന്നത്. ആ പൾസ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ചേഞ്ചസ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം ഈ പുഷ് സ്വിച്ച് പ്രസ് ചെയ്ത് ഒന്ന് പിടിച്ചു നിർത്തിയിട്ട് അതിന്റെ ചേഞ്ചസ് മനസ്സിലാക്കിയതിന് ശേഷം അത് റിലീസ് ചെയ്യാം. അപ്പോൾ പുഷ് ചെയ്യുന്ന സമയത്ത് ഇത് 0 to 1 വരും പൾസ്. റിലീസ് ചെയ്യുന്ന സമയത്ത് 1 to 0 വരും. അതിന് ചേഞ്ചസ് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഇതിന്റെ ഔട്ട്പുട്ട് റൈറ്റ് പാർട്ടിലെ 2 LEDs ആണ് ക്യൂ ആൻഡ് ക്യൂ ബാർ ആയിട്ട് എടുത്തിരിക്കുന്നത്. നേരത്തെ സിമുലേറ്ററിൽ ചെയ്തതുപോലെ മാസ്റ്ററിന്റെ ഔട്ട്പുട്ട് കൂടി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ലെഫ്റ്റ് പാർട്ടിൽ മാസ്റ്ററിന്റെ ഔട്ട്പുട്ട് കൂടി ഒരു LED കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം വെച്ചിട്ട് ഈ സർക്യൂട്ടിന്റെ വർക്കിംഗ് ഒന്ന് നോക്കാം. ആദ്യം കിറ്റ് ഓൺ ആക്കിയിട്ട് ഫസ്റ്റിലെ ഈ LED കണ്ടീഷൻ എവിടെയാണെന്ന് ശ്രദ്ധിക്കാം നമുക്ക്. ഇപ്പോൾ നമ്മൾ ഇവിടെ കിറ്റ് ഓൺ ആക്കിയിട്ടുണ്ട്. ഈ ഡി ഇൻപുട്ട് ഇവിടുന്ന് ഫീഡ് ചെയ്യുമ്പോൾ ഇവിടെ ഇപ്പോൾ ഇരിക്കുന്ന അവസ്ഥ ഇത് റീസെറ്റ് അവസ്ഥയിലാണ് ഇരിക്കുന്നത്. അതായത് ക്യൂ ബാർ ആണ് ഹൈ ആയിട്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ ഇവിടെ ലോജിക് സ്വിച്ച് D0 പൊസിഷനിലാണ്. പൾസ് അപ്ലൈ ചെയ്തിട്ടില്ല. പൾസ് അപ്ലൈ ചെയ്യാതെ ലോജിക് സ്വിച്ചുകളിൽ നമ്മൾ ചേഞ്ചസ് കൊടുത്തതിനും കൊണ്ട് ഇത് ചേഞ്ച് ആവില്ല. ഇവിടെ നമ്മൾ ഇതിന്റെ കണ്ടീഷൻ മാറണമെങ്കിൽ ഈ സ്വിച്ച് ഹൈ ആക്കിയിട്ട് നമ്മൾ ഇതിന്റെ പൾസ് ഒന്ന് സ്വിച്ച് പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ ആദ്യത്തെ ആ ഹോൾഡ് ചെയ്ത് നിർത്തുന്ന അവസ്ഥയിൽ ഇവിടെ നമുക്ക് ആ മാസ്റ്ററിന്റെ ഔട്ട്പുട്ട് വർക്ക് ചെയ്യുന്നതായിട്ട് കാണാം. അത് റിലീസ് ചെയ്യുന്നതോടൊപ്പം ഇവിടെ ഇതിന്റെ ഔട്ട്പുട്ട് വർക്ക് ചെയ്യുന്നത്, അതായത് സ്ലേവിന്റെ ഔട്ട്പുട്ട് സെറ്റ് ആവുന്നതും കാണാം. ശ്രദ്ധിക്കാം. ഇവിടെ നിന്നാണ് പൾസ് കൊടുക്കേണ്ടത്. ഇപ്പൊ ആദ്യം നമ്മൾ സ്വിച്ച് മാത്രമായിട്ട് ചേഞ്ച് ചെയ്ത് നോക്കുന്നു, പൾസ് കൊടുക്കാതെ. അപ്പോൾ ഇവിടെ ഒരു ചേഞ്ചസും സംഭവിച്ചില്ല. ഇനി പൾസ് കൊടുക്കുന്നതോട് കൂടിയിട്ട് ഫസ്റ്റിൽ ഇത് മാസ്റ്റർ ആണ് ഇവിടെ സെറ്റ് ആയിരിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് സ്ലേവിലേക്ക് ഇതിന്റെ കണ്ടീഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഇനി ഇവിടെ സ്വിച്ചിന് മാത്രം ചേഞ്ച് കൊടുത്തുകൊണ്ട് ഇത് ചേഞ്ച് വരില്ല. ഇനി ഇതിന്റെ കണ്ടീഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം, ആദ്യം ഇത് റീസെറ്റ് ആയതിനു ശേഷമാണ് ഇതിലേക്ക് റീസെറ്റ് കണ്ടീഷൻ വരേണ്ടത്. ശ്രദ്ധിക്കാം. ഇപ്പൊ സ്വിച്ച് മാത്രം ചേഞ്ചസ് വരുത്തി നോക്കുന്നു, അതിൽ ചേഞ്ചസ് ഒന്നും സംഭവിക്കുന്നില്ല. ഇപ്പൊ പൾസ് കൊടുക്കും ഫസ്റ്റിൽ നമ്മൾ ആ ഇത് ചേഞ്ച് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ രണ്ടാമത്തെ LED ഓഫായിട്ട് ഇത് റീസെറ്റ് കണ്ടീഷനിലേക്ക് മാറിയിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ട്രെയിനർ കിറ്റിൽ
ഇവിടെ ഇതിൻ്റെ വർക്കിംഗ്, അതായത് മാസ്റ്റർ സ്ലേവ് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് എഡ്ജ് ട്രിഗറിൻ്റെ വർക്കിംഗ് ട്രെയിനർ കിറ്റിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുവാനുള്ള കാര്യങ്ങൾ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു കൺസ്ട്രക്ഷനാണ് ഈ IC ഉപയോഗിക്കുമ്പോൾ ഇതിൽ പറ്റുന്നത്. നാൻഡ് ഗേറ്റ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് വളരെ വലിയൊരു സർക്യൂട്ടായിട്ട് മാറും. ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്നത് 7474 IC ഉപയോഗിച്ചിട്ടുള്ള ഈ കൺസ്ട്രക്ഷനാണ് സൗകര്യം.